ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. യോബ് 8:20. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹവും ക്ഷമാപൂർവമായ സഹനവും അഭ്യസിക്കണം. അത് തിന്മയെ അകറ്റും, എളിമയ്ക്കും പ്രത്യാശയ്ക്കും ആത്മീയ പക്വതയ്ക്കും കാരണമാവുകയും ചെയ്യും. വിശ്വാസന വഞ്ചന ചെയ്ത ഒരാളോട് ക്ഷമിക്കുന്നത് നല്ലതാണ്. 70 വട്ടം ക്ഷമിക്കുവാനാണല്ലോ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് സൂക്ഷിച്ചു തന്നെ വേണം. മണ്ടത്തരമായി തീരരുത്. പാമ്പ് എത്ര പ്രാവശ്യം പടം പൊഴിച്ചാലും പാമ്പ് തന്നെയാണ്. ഓർക്കുക, ഒരു വഴിയുമില്ലെന്ന് തോന്നുന്നിടത്ത് ദൈവം ഒരു വഴി ഉണ്ടാക്കിത്തരും. ശത്രുശോകക്കാരൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ സൂക്ഷിച്ചുകൊള്ളുക, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരം ലഭിക്കും. സദൃശവാക്യങ്ങൾ 28, 5, 10, 13 വാക്യങ്ങൾ. പൊതുവായ നന്മയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി വരുന്ന മാറ്റങ്ങൾ വിമർശനത്തിന് പലപ്പോഴും വിധേയമായേക്കാം. പക്ഷേ ക്രിയാത്മകമായ വിമർശനങ്ങളെ മാത്രമേ നാം എടുക്കേണ്ടതുള്ളൂ. കൊള്ളേണ്ടത് കൊള്ളണം, തള്ളേണ്ടത് തള്ളണം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുത്താലും ഒരു തിരിയുടെയും പ്രകാശം കുറയില്ലെന്ന് നമുക്കറിയാം. സ്നേഹവും സന്തോഷവും അതുപോലെയാണ്. കുറയുന്നില്ല എന്ന് മാത്രമല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുക. ഉപകാരമാകുന്നവർക്ക് ഉപദ്രവമേൽക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നെ മറുവരെ എത്തിക്കാൻ ശേഷിയുള്ള ധാരാളം ഉപകാര വഞ്ചികൾ തന്നെ തീരത്തുണ്ടാവും. ഉലകിൽ കലഹം പലവിധമുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നതോളം ക്ലേശം മറ്റൊന്നുമില്ല. എല്ലാ കലഹങ്ങളും തുടങ്ങുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾക്കെതിരെയാണെങ്കിലും പിന്നീടത് ആ പ്രവൃത്തി ചെയ്ത ആളിനെതിരായി പോരാട്ടമായി മാറും. നല്ലത് കൊള്ളാനും നല്ലതല്ലാത്ത തള്ളാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.